പുത്തൻപള്ളി എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കാണുവാനിടയായി. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന പ്രശ്നം ഏതാണ്ട് പരിഹരിക്കപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആയതൊരിക്കലും പരിഹരിക്കപ്പെടരുത് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിന്റെ പിണിയാളുകളാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പ് നിയന്ത്രിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും ചേർന്ന് ഏറ്റവും ഒടുവിൽ ഒപ്പിട്ട് പുറപ്പെടുവിച്ച അറിയിപ്പിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 99% ദൈവജനത്തെയും പ്രതിനിധീകരിക്കുന്ന 16 ഫൊറോനകളിലെയും വൈദികരുടെ എറണാകുളം അങ്കമാലി അതിരൂപത കൂരിയയുടെയും അർഹതപ്പെട്ട അൽമായരുടെയും പ്രതിനിധികളുമായി മെത്രാൻ സിനഡിലെ പ്രധാനികൾ നടത്തിയ നീണ്ട ചർച്ചകളിലൂടെ ഉടലെടുത്ത പ്രശ്ന പരിഹാരത്തിന്റെ തുടക്കമെന്ന നിലയ്ക്ക് ഉരുത്തിരിഞ്ഞു വന്ന സമവായ തീരുമാനങ്ങളുടെ അന്തസത്ത മാത്രമാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. 60 വർഷമായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തുടർന്നു പോരുന്ന വിശുദ്ധ കുർബാന ഇല്ലിസിറ്റ് എന്ന് പ്രഖ്യാപിച്ച ആൾ തന്നെ എല്ലാവിധ നിയമലംഘനങ്ങൾക്കും ക്രിമിനൽ നടപടികൾക്കും കോടതികൾ കയറിയിറങ്ങുകയും അതിന് മാർപ്പാപ്പയുടെ നിർബന്ധിത രാജിവെപ്പിക്കലിനും വിധേയനാണ് എന്നത് എന്തൊരു വിരോധാഭാസമാണ്. മാർപ്പാപ്പയോ ഇവിടുത്തെ മെത്രാൻ സിനഡോ വിശുദ്ധ കുർബാനയെ ഇൻവാലിഡ് എന്ന് പ്രഖ്യാപിക്കാത്തിടത്തോളം കാലം ഇവിടെ ഒരു മെത്രാനും ജനാഭിമുഖമായ വിശുദ്ധ കുർബാന തുടരുന്നത് തടയാനാകില്ല. മേജർ ആർച്ച് ബിഷപ്പിന്റെയും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെയും അറിയിപ്പിലൂടെ ആയത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു മേജർ ആർച്ച് ബിഷപ്പ് ഇല്ലിസിറ്റ് എന്ന് പറഞ്ഞതിനെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ അറിയിപ്പിലൂടെ ഇല്ലിസിറ്റ് എന്നത് ഒഴിവാക്കിയ നടപടി ദഹിക്കാനാവാത്തവരാണ് ഇപ്പോൾ ഇടവകകളിൽ അന്തശുദ്ധം ഒഴിവാക്കാനായി വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ശ്രമിക്കുന്നത്. ഈ ഇടവകയുടെ പാരമ്പര്യവും മഹത്വവും മനസ്സിലാക്കാത്ത 5-6 വർഷം മുമ്പ് മാത്രം പുത്തൻപള്ളിയിൽ വന്ന് പുതുതായി ഇടവക ചേർന്നവരും അംഗീകാരം കിട്ടാത്ത പുത്തൻ പണക്കാരും ഇവിടെ നിന്ന് വിവാഹം കഴിച്ചു പോയവരും പുത്തൻ പള്ളിക്കാരല്ലാത്തവരും ഇടവക ഭരണ സമിതികളിൽ സ്ഥാനം കിട്ടാതെ മോഹഭംഗം വന്നവരും പള്ളി പൂട്ടിക്കാൻ പറവൂർ കോടതിയിൽ കേസ് കൊടുത്തവരും ചേർന്ന് പുത്തൻപള്ളി ഇടവക കൂട്ടായ്മയുടെ ഐക്യം നശിപ്പിക്കാനാണ് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ശ്രമിക്കുന്നത്. ക്രിസ്തുവിന്റെ അഭിഷിക്തരെ കുറിച്ച് പ്രതികരിക്കുമ്പോൾ മാന്യമായ ഭാഷാപ്രയോഗം ഉപയോഗിക്കാതെ നമ്മുടെ ഇടവക വികാരിയെ പോലുള്ളവരെ കൂലിപ്പണിക്കാരെന്നൊക്കെ ചിത്രീകരിച്ച് അവഹേളിക്കുന്നതും അനാവശ്യമായതും ഇടവക ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള സത്യവിരുദ്ധമായ വാർത്തകളും പ്രചരിപ്പിക്കുന്ന ഇക്കൂട്ടരുടെ കെണിയിൽ വീഴാതെ വിശ്വാസികൾ ജാഗരൂകരായിരിക്കണമെന്നും അത്തരം ഗ്രൂപ്പുകളിൽ നിന്നും പിന്മാറണമെന്നും അഭ്യർത്ഥിക്കുകയാണ്.